ഇപ്പം 3-4 മാസങ്ങളായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വലിയ രീതിയിൽ കണക്കുകൾ പുറത്തു വിടുന്നുണ്ട്. മലയാള സിനിമ നഷ്ടത്തിലാണ്. കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ ഒരു പടം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഈ മാസം ഇറങ്ങിയ 2 പടം, ഒരുപാട് പടങ്ങൾ ഒരു മാസം ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ. അപ്പം അത് തിയേറ്ററിൽ നിന്നുള്ള റവന്യൂ മാത്രം വെച്ചിട്ടുള്ള കണക്കാണോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത്രയും കണക്കുകൾ വെച്ചിട്ടും മലയാള സിനിമ നഷ്ടത്തിലാണ് എന്നാണോ? അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾ ഇപ്പോഴും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയും ഭീമമായിട്ട് നഷ്ടം ഉണ്ടെങ്കിൽ ആളുകൾ സിനിമ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. നമ്മളിപ്പോ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ഹോട്ടലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അതെ. ഇഷ്ടം പോലെ ഇപ്പൊ ബിസിനസിന്റെ സക്സസ് റേഷ്യോ നോക്കിയാലും എനിക്ക് തോന്നുന്നു ബിലോ 5% ആണ് 5 ഇയർ സസ്റ്റെയിൻ ചെയ്യുന്ന ബിസിനസ്സുകളുള്ളൂ. 5% തുടങ്ങുന്ന ബിസിനസ്സുകൾ മാത്രമാണ് 5 ഇയേഴ്സ് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഒരു ലോങ് ടൈമിലാണ് അത് ഫെയിലിയർ ആവുന്നത്. ഫെയിലിയർ ആകുമ്പോൾ ഇറങ്ങിച്ച് ആണ് അത് ഫെയിലിയർ ആയി പോകുന്നത്. സിനിമ കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് പേഴ്സണലി. ചിലപ്പോ ആൾക്കാരെ കൊല്ലും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്റെ സിനിമ എടുത്തതെല്ലാം സക്സസ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം. പൊതുവെ ഞാൻ കാണുമ്പോഴും ഫെയിലിയർ ആയ സിനിമകൾക്കൊക്കെ റീസൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ കാണുന്നത് ബാക്കിയുള്ള ബിസിനസ്സിനേക്കാൾ കുറച്ചുകൂടി നോക്കിയും കണ്ട സേഫ് ആവാൻ പറ്റുന്ന ബിസിനസ്സാണ് സിനിമ എന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ. ഒരു കാശ് ഉണ്ടാക്കാന്നുള്ളതാണോ ഉദ്ദേശം? എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടം പറ്റാം നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ അത് ഭയങ്കര പാടാണ്, പേഷ്യൻസ് വേണം.